സോ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോട്ടീൻ എന്നാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, 2 ബോയ്സിൻ്റെ പിക്ചേഴ്സ് അല്ലേ. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കേ. ആദ്യത്തെ പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു വീക്കായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് അല്ലേ, ഒരു ബോയ്, ഭയങ്കര വീക്കായിട്ടുള്ളൊരു ബോഡിയുള്ളൊരു ബോയിയാണ്. എന്നാൽ രണ്ടാമത്തെ പിക്ചറിലോ എന്താണ്? ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി അല്ലേ, ഒരു ബോയ് അല്ലേ. ആ ബോയിൻ്റെ ബോഡി എന്താണ്? ഭയങ്കര ഹെൽത്തി ആയിട്ടാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇവർ തമ്മിലുള്ള ഈ ഡിഫറൻസിന് കാരണം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ദേഹത്ത് നമുക്ക് പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ അല്ലേ. സോ അപ്പോൾ പ്രോട്ടീൻ കിട്ടാതെ വരുന്ന അവസ്ഥയിലാണ് ഇങ്ങനൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ബിഹൈൻഡ് ഗ്രോത്ത്, പ്രോട്ടീൻ ഈസ് എ മേജർ ഫുഡ് കോൺസ്റ്റുവൻറ്റ് ദാറ്റ് ഹെൽപ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. എന്താണ് പറയുന്നത്? നമ്മുടെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും, നമ്മുടെ ബോഡിയുടെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും എന്താവശ്യമാണ്? പ്രോട്ടീൻ ഒരു മേജർ ഫുഡ് കോൺസ്റ്റുവൻ്റ് ആണ്. പ്രോട്ടീൻ ഈസ് എസെൻഷ്യൽ ഫോർ സെൽസ്, ഹെയർ, ഡൈജസ്റ്റീവ് ജ്യൂസ് എക്സെട്ര ഇൻ ദ ബോഡി. എന്തിനൊക്കെയാണ്? നമ്മുടെ സെൽസിന്, നമ്മുടെ ഹെയറിന്, ഡൈജസ്റ്റീവ് ജ്യൂസിനൊക്കെ പ്രോട്ടീൻ ഭയങ്കര എസെൻഷ്യലാണ്. പ്രോട്ടീൻ പ്രൊഡ്യൂസ് എനർജി ഇൻ ദ ആബ്സൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. എന്തിൻ്റെ സാഹചര്യത്തിൽ? കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത സമയത്ത് പ്രോട്ടീൻ നമുക്ക് എനർജി തരുന്നു. പ്രോട്ടീൻ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ ആൻഡ് സൾഫർ. എന്തൊക്കെയുണ്ട് പ്രോട്ടീനിൽ? ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ ആൻഡ് സൾഫർ. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബോഡി വെയ്റ്റഡ് ഷുഡ് ഒബ്റ്റെയിൻ പ്രോട്ടീൻ ഫ്രം ഡയറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 1 gram per kilogram. 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ആവശ്യമുണ്ട്, നമ്മുടെ ഡയറ്റിൽ അത് ഉൾപ്പെടുത്തണം. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഒരു ഫോട്ടോ കണ്ടോ? എന്താണ്? ഒരു വീക്കായിട്ടുള്ളൊരു ഒരു ബോയുടെ ഫോട്ടോ അല്ലേ. എന്താണ് അതിന് പറയുന്നത്? ഒരു ഡിസീസാണ് കേട്ടോ, ക്വാഷോക്കാർ എന്ന് പറയും. അതായത് ക്വാഷോക്കാർ ഇസ് എ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മുടെ ദേഹത്ത് നമുക്ക് കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ വരുന്ന ഒരു രോഗമാണ് ക്വാഷോക്കാർ എന്ന് പറയുന്നത്. ദ ബോഡി ഓഫ് ദ എഫക്റ്റഡ് വിൽ ബി വീക്ക് ആൻഡ് വിത്ത് എ പ്രൊട്രൂഡഡ് ബെല്ലി. എന്തായിരിക്കും? ആ ഒരു ബോഡിയുടെ, അല്ലെങ്കിൽ അത് ആരുടെ ആണെങ്കിലും ബോഡി വീക്കായിരിക്കും. പിന്നെന്താണ്? ഒരു പ്രൊട്രൂഡഡ് ബെല്ലി ആയിരിക്കും ഈ ഒരു രോഗം വരുമ്പം ഉണ്ടാവുന്നത്. ഓക്കെ, താങ്ക് യു.